കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ചകളെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ തമ്മിലടി. കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിയ കെ. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോര് രൂക്ഷം. കെ. സുധാകരന്റെ നിലപാടിൽ എം.പിമാർ ഉൾപ്പെടെ നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. പരസ്യ പ്രതികരണങ്ങൾ ഹൈക്കമാൻഡ് വിലക്കിയേക്കും. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, ആദ്യം മുഖ്യമന്ത്രി ചർച്ചയിൽ ഉയർന്നു കേട്ട പേരുകൾ ചെന്നിത്തലയുടെയും വി.ഡി. സതീശിന്റെയും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന് വേണ്ടി ഒരു പക്ഷം രൂപപ്പെട്ടിരിക്കുകയാണ് കെ. സുധാകരന്റെ പോസ്റ്റിന് പിന്നാലെ. ഇതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞ് അടിയും നടക്കുന്നുണ്ടല്ലോ. പുതിയൊരു തലവേദന നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ ശ്രീജ, തീർച്ചയായും ഇത് വലിയ രീതിയിൽ ഹൈക്കമാൻഡ് ഇത്തരത്തിൽ നേതാക്കൾ തമ്മിൽ കേരളത്തിൽ പരസ്യപ്പോര് തമ്മിലടിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം തമ്മിലടിക്കുന്നു. പക്ഷം ചേർന്ന് പരസ്പരം വാദിക്കുന്നു. വാദമുഖങ്ങളൊക്കെ നിരത്തുന്നു. ഇതൊക്കെ തന്നെ മുതിർന്ന നേതാക്കളുടെ പോസ്റ്റുകൾ പോലും, അതായത് കെ. സുധാകരൻ അടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി ഇതൊക്കെ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു താക്കീത് മുന്നറിയിപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ നേതാക്കളൊക്കെ തന്നെയും സംസ്ഥാന നേതാക്കൾ, KPCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ കടുത്ത വിയോജിപ്പ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ നടത്തുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, വലിയ രീതിയിൽ ഒരു മുഖ്യമന്ത്രി ഭൂരിപക്ഷം ലഭിച്ച് ഭരണത്തിൽ വരികയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആരാകുമെന്ന് വി.ഡി. സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ എന്നതിനപ്പുറത്തേക്ക് കെ.സി. വേണുഗോപാലിന് വേണ്ടി ഒരു പക്ഷം വലിയ രീതിയിൽ തന്നെ ഒരു നീക്കം നടത്തുന്നുണ്ട്. ആ നീക്കത്തെ തടയിടാനായി വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് വി.ഡി. സതീശന് അനുയായികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലികൾ വലിയ രീതിയിൽ ഒരു പോർവിളിയൊക്കെ നടത്തുന്നു. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രണ്ട് പക്ഷം ചേർന്നാണ് ഈ രീതിയിൽ പോരടിക്കുന്നു. അണികൾ തന്നെ, സ്വന്തം അണികൾ ഇങ്ങനെ പോരടിക്കുമ്പോൾ നേതാക്കൾ അതിന് വളം വെച്ച് കൊടുക്കുന്നു എന്നൊരു ആരോപണമാണ് പാർട്ടിയെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നത്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് പരസ്യമായി ഈ കെ. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ കൊണ്ട്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറയുന്നു. അതോടൊപ്പം കെ.സി. ജോസഫ് അടക്കമുള്ളവരൊക്കെ രംഗത്ത് വന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ഒരു ഭാഗത്തിന്റെ നേതാവാണ്. അദ്ദേഹം ഇത്തരം ചർച്ചകൾ വിലക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത് ഹൈക്കമാൻഡാണ് ഇത്തരം ചർച്ചകൾ നടത്തേണ്ടത് എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുമ്പോഴും കെ.സി. വേണുഗോപാൽ വി.ഡി. സതീശൻ പക്ഷം എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി നിൽക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതും ഏറ്റവും നിർണായകം തന്നെയാണ്. ശ്രീജ, തീർച്ചയായും എന്തായാലും കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ചകളെ ചൊല്ലി സമൂഹ മാധ്യമത്തിൽ തമ്മിലടി രൂക്ഷമാകുമ്പോൾ അത് നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു. എന്തായാലും കടുത്ത അതൃപ്തി അവർ പ്രകടിപ്പിക്കുന്നു. പരസ്യ പ്രതികരണങ്ങൾ ഹൈക്കമാൻഡ് വിലക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ.